ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ചെറുപയർ കറി കേട്ടോ. രാവിലെ ദോശൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറി കേട്ടോ. ഇതിലേക്ക് ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണ് നമ്മൾ ചെറുപയർ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. ഒരു 8 വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചിട്ട് കൊടുത്തേക്കാണ്. ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ കീറി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. അതുപോലെ 2 പച്ചമുളക് കേട്ടോ, നമ്മൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. വേറെ മുളകും പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിലേറെ പച്ചമുളക് ചേർക്കാം കേട്ടോ. ഇവിടെ മക്കൾക്ക് എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് 2 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങേൻ്റെ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിലൊഴിച്ച് കൊടുക്കുന്നത്. കുറേ നമ്മൾ മുളകും പൊടിയോ മല്ലിപ്പൊടിയോ വേറെ വലിയ ഉള്ളിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. തക്കാളിയോ ഒരുപാട് ഇതൊന്നും മസാലകളൊന്നും ചേർക്കുന്നില്ല. എന്നാൽ നല്ല ടേസ്റ്റ് കേട്ടോ. വെളുത്തുള്ളി ചേർക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലതുമാണ്. നല്ലൊരു ടേസ്റ്റ് കേട്ടോ ചെറുപയർ കറി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ ഇട്ടെടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് ചെറുപയറേ ചേർത്തിട്ടുള്ളൂ. ഒരു 200 ചെറുപയറേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പാല് എടുത്ത്, തേങ്ങ ഞാൻ അരച്ച് ചേർക്കുന്നില്ല. അതിൻ്റെ തേങ്ങാപ്പാലാട്ടോ എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അത് വേറൊരു ഫ്ലേവറായിട്ട് വരും. എന്തായാലും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ. രാവിലെ നമുക്ക് സ്കൂളിൽ വിടുമ്പോൾ ഒട്ടും സമയം കിട്ടാറില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇത് രാത്രി ആയാലും നമുക്ക് ദോശൻ്റെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ചെറുപയർ കറി കേട്ടോ. ചെറുപയർ നമുക്ക് മുളപ്പിച്ച് വെക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ മുളപ്പിച്ചിട്ടില്ലായിരുന്നു. ഇതൊരു 5-6 വിസിലടിക്കുന്ന വരെ കേട്ടോ. ഒരു 6 വിസിലടിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വെന്തുടയും ചെയ്യരുത്, എന്നാൽ നല്ലോണം കുറച്ച് വേവും വേണം. ഒരു പാകത്ത് വേവിൽ നമ്മൾ വേവിച്ചെടുക്കാം. ഒരു 6 വിസിലടിച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടും. എന്നിട്ട് 6 വിസിൽ കഴിഞ്ഞിട്ട് അത് തുറന്നെടുത്ത് നമ്മൾ ചെറുപയർ വെന്തിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഒന്നുകൂടെ വേവിച്ചെടുക്കുക കേട്ടോ. ഇവിടെ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക കേട്ടോ. ഒരു തേങ്ങൻ്റെ പാലെടുക്കണം. നല്ലോണം തിളച്ച് വരണ്ട കേട്ടോ. ഒന്ന് നല്ലോണം ചൂടായതിന് ശേഷം ഇച്ചിരി അതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് എന്നിട്ട് അത് നമുക്ക് വറവിടാം. ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ വേണമെങ്കിൽ വെളുത്തുള്ളി ചെറിയുള്ളി ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ കടുവും കറിവേപ്പില ഉണക്കമുളകും മതി. ഞാനിവിടെ കുറച്ചൊരു 3 വെളുത്തുള്ളി ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ വഴറ്റി കൊടുക്കുക. ഒരു മൂത്ത് വന്നതിന് ഒരു ബ്രൗൺ കളർ ആവട്ടെ. എന്നിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് 2 ഉണക്കമുളക് ഇട്ടിട്ട് കറിവേപ്പില നമുക്ക് വറവിടാം കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് ഒഴിച്ചെടുക്കുക. നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ കറി. എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ, ഒരുപാട് പേര് ഉണ്ടാക്കുന്നുണ്ടാവും. എന്നാലും അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക്